നേരത്തെ പി ശശിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പി ശശി മാതൃകാപരമായിട്ടാണ് പെരുമാറുന്നത് എന്നതാണ്, പ്രവർത്തിക്കുന്നത്. താങ്കളിപ്പോ പറയുന്നു പി ശശിക്കെതിരെയുള്ള പരാതിയും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം തീരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് പാർട്ടി അന്വേഷിക്കുന്നത്? അല്ല, നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി. ആ ശശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണല്ലോ. അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. ഞങ്ങളെ മുമ്പിൽ പാർട്ടിയുടെ അത് ഗവൺമെന്റ് തലത്തിൽ ഞങ്ങളുടെ തലത്തിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനാണ് അന്വേഷിക്കും, അത്രയേ ഉള്ളൂ. ഇതിലെ രാഷ്ട്രീയമായി വളരെ കൃത്യമായ മറുപടി മാഷ് നൽകി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച മൂർത്തമായ പ്രശ്നം ADGP അജിത് കുമാർ എന്ന ഒരു വ്യക്തി കേന്ദ്രീകരിച്ചാണ്. അതേക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ഇപ്പോഴും സംരക്ഷിച്ചു നിൽക്കുന്നുള്ള ഞങ്ങൾക്ക് ADGPയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവുമില്ല, പാർട്ടിക്ക് ഒട്ടുമില്ല, ഗവൺമെന്റിനുമില്ല. ADGPയെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിന് വിധേയമാകുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഒരു സംശയമില്ലാതെ ആവശ്യമായ നിലപാട് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. അങ്ങനെ സ്വീകരിക്കണം എന്നാണ് CPMന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം അന്വേഷണം ഏൽപ്പിച്ചത്? ആരെ? പൂരം എപ്പോഴാണ്? പൂരം എത്ര മുമ്പുള്ളതാണ്? ഇപ്പോഴാണ് മറ്റോ ഈ ആരോപണം വന്നതിന് ശേഷമാണോ പൂരം അന്വേഷിച്ചത്? പക്ഷേ അജിത് കുമാർ അധിക നാൾ പദവിയിൽ ഉണ്ടാവില്ലെന്നാണ് അല്പം മുമ്പ് ബിനോയ് വിശ്വം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിന് രണ്ടഭിപ്രായമാണ്. എന്താ പാർട്ടി രണ്ട് പാർട്ടിയല്ലേ? CPIക്ക് CPIയുടെ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. ഒരു ആരോപണം ഉന്നയിക്കുന്നവർ പിന്നെ ആ ഒരു സംവിധാനത്തിനകത്ത് ഉണ്ടാകില്ല എന്നൊരു സന്ദേശം നൽകുന്നതല്ലേ ഇപ്പോൾ ഈ നടപടി? കാരണം അല്ലല്ല, അല്ല, അത് നിങ്ങൾക്ക് എന്തോ ഒരു വാലുണ്ട് ആ ചോദ്യത്തിനൊരു വാലുണ്ട്. ആ വാലിലേക്കൊന്നും ഞാനിപ്പോ വരുന്നില്ല. ഉത്തരം വളരെ വ്യക്തമാണ്. ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഗവൺമെന്റിന്റെ മേലെ ആരോപണം ഉന്നയിക്കാനൊക്കെ ജനാധിപത്യ സമൂഹത്തിന്റെ മേലെ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഞാൻ ഈ LDFന്റെ ഭാഗമായിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് LDFന്റെ ഭാഗമായി LDF സ്വതന്ത്രൻ എന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPMന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആര്? അത് അതിന് അൻവറൊന്നും വേണ്ട. CPMനുള്ള ഞങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇപ്പോഴും വിമർശനം അനുവദിക്കുന്നില്ല. അൻവർ പറഞ്ഞതാണ്, ഞാനിതൊന്നും പറയേണ്ടത് ചോദിച്ച അൻവർ പറഞ്ഞത് വിമർശനം അനുവദിക്കുന്നില്ല. നേരത്തെ നിങ്ങളെല്ലാം പറഞ്ഞതെന്നാ CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കെതിരായി വലിയ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞങ്ങൾ അതും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല വിമർശനം വേണം. വിമർശനത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. സ്വയം വിമർശനം ഇല്ലാതിരുന്നാൽ പിന്നെ ഈ പാർട്ടിയില്ല. അതുകൊണ്ട് അന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇനിയും വിമർശനത്തിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അൻവർ പറയുന്നത് പോലെ വിമർശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണിത് എന്ന് നിങ്ങൾക്ക് പോലും ധാരണയുണ്ടാവില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവർക്കെതിരായിട്ട് വിമർശനം ഉണ്ടാകുന്നു. അതിന് നിങ്ങൾക്ക് അത്ഭുതം? ഞാൻ പറഞ്ഞില്ല, എന്നെപ്പറ്റി വിമർശനമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനമുണ്ട്. അങ്ങനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ. പോരെ? വിമർശനം ഉണ്ടാവാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിമർശനമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല ധൈര്യമുണ്ട്. പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോ അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള പാർട്ടിയാണ് CPIM. അത്രയും മതിയല്ലോ. മറുപടി നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയണ്ട. ഇനി മുഖത്ത് നോക്കാണ്ട് മുഖത്ത് നോക്കിയിട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പിണറായി വിജയന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു താല്പര്യവും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഈ വിവാദങ്ങളെല്ലാം പിണറായി വിജയന്റെ മൂന്നാം ഊഴം തടയുന്നതിന്റെ ശ്രമമാണെന്ന് തോന്നുന്നുണ്ടോ? പിണറായി വിജയന്റെ മൂന്നാം ഊഴാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നേരത്തെ പറഞ്ഞ് നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ആ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു.
നിങ്ങൾ നേരത്തെ പറഞ്ഞ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നു. അതാണ് ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുക എന്നതിനെ പറ്റിയാണ് കൃത്യമായിട്ട് ബൂർഷ്വാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബൂർഷ്വാ പാർട്ടികളും അജണ്ട വെച്ച് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഇവിടെ 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 പറ കുറെ ഒന്നും പറഞ്ഞില്ല ഇവര്. മൂന്നാമത്തെ അക്യൂസേഷൻ സിഎംഒയ്ക്കെതിരെ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുണ്ട്, ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസുണ്ട്. ഇത് മൂന്നാമത്തെ. പക്ഷെ നിങ്ങൾ സിഎംഒ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ? സിഎംഒയിലെ മെമ്പേഴ്സിന്റെ ഉണ്ട്. അതിന്റെ മറുപടി എന്തറിയോ? ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട കേസാണ്. കേന്ദ്ര ഗവൺമെന്റിന് കേസെടുക്കാൻ ഒരു തെളിവുമില്ല, കേസുമില്ല. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഒരു കേസും പിണറായി വിജയന് മേലെയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് പിണറായി വിജയൻ സിഎംഒയിൽ ഇരിക്കുമ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ്, സ്വർണ്ണക്കടത്ത് എന്നുള്ള ആരോപണം തുടർച്ചയായി ആദ്യം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വരുന്നു, ശരിയാ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരുന്നു. അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അത് നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് വരുന്നത് അതിനുത്തരം കാണാം. പി ശശിക്കെതിരെ അന്വേഷണം നടന്നു വരുന്നു. പക്ഷേ ആഭ്യന്തരമന്ത്രി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം കുറ്റവാളിയാണെന്നൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ട് നമ്മൾ പരിശോധിക്കാം, എല്ലാം പരിശോധിക്കും. പക്ഷേ ഈ സർക്കാരിന്റെ ഭാഗമായ ADGP RSS നേതാക്കളെ കണ്ട നടപടി ശരിയാണ്. RSS നേതാക്കളെ കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചത്. അന്വേഷിച്ച് വരട്ടെ എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ. എന്തിനാണ് കണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗിക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യമായിരിക്കും. ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ, ഒരു പൂർണ്ണ സത്യമാകുന്നതല്ല. അതിപ്പോ റിപ്പോർട്ട് വരട്ടെ, നമുക്കിപ്പോ നോക്കാം. നിങ്ങൾ ധൃതി പിടിക്കുന്നത് എന്തിനാ? പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശരി, കുറേ ചോദ്യം ചോദിച്ചു. പിണറായി വിജയന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലപാടിനോട് പാർട്ടി വിയോജിക്കുന്നതായിട്ടാണ് മാഷം വ്യക്തമാക്കിയത്. അതിന് സംശയം എന്താ? അല്ലാന്ന് ഉറപ്പല്ലേ? അടുത്ത തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമോ പാർട്ടി? മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും മൂർത്തമായ ഉത്തരം പറയുകയും ചെയ്യണം. അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായിരിക്കും. പാർട്ടിയിൽ നിന്നുള്ള ഒരു നേതാക്കൾ ആരെങ്കിലും പ്രവർത്തിക്കുന്നു? ഇല്ല, പ്രവർത്തിക്കുന്നില്ല. ഒരാളും പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രി ജ്വലിക്കുന്ന സൂര്യനാണ് എന്ന് പറഞ്ഞത് മാറ്റാണ്. അൻവർ പറയുന്നത് സൂര്യൻ കെട്ടുപോയിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഇപ്പോഴും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, ഇപ്പൊ സിദ്ധാരാമയ്യക്കെതിരെ നീങ്ങുന്നു. പക്ഷെ പിണറായി വിജയനെതിരെ മാത്രം നീങ്ങുന്നില്ല എന്ന് മാത്രമല്ല. അതല്ലേ ഞാൻ മലയാളത്തിലല്ലേ നിങ്ങൾ ഇത്രയും പറഞ്ഞത്? നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഏതെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സാമാന്യ മര്യാദ ഒരു ചോദ്യം ചോദിച്ചു. എന്താ വേണ്ടേ? ഒരാളെ അറസ്റ്റ് ചെയ്യണം, എന്താ വേണ്ടത്? എവിഡൻസ് ഒന്നും വേണ്ട അറസ്റ്റ് ചെയ്യാൻ. അത്രയൊന്നും നിങ്ങൾക്ക് അറിയാതെ ആളല്ലോ നിങ്ങൾ. FIR എഴുതണം. പിണറായി വിജയനെതിരായിട്ട് ഒരൊറ്റ FIR ഇല്ല. പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാം? അപ്പൊ കള്ളപ്രചരണമാണ്. പ്രചരണം നടത്തുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാഹുലും എന്ത് കേസാ? രാഹുലും കേസ് ഞാനത് പറയാണ്ട് വിടാൻ വേണ്ടി. രാഹുൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കേസും ഇപ്പം നിലവിലില്ല. ഇല്ല. എന്താ കേസാ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാളൂ. പറയാം, നിങ്ങൾ ഡൽഹിയിലല്ലേ? ഏത് കേസാ? ഏതാ കേസ് പറ? എന്ത് കേസ്? എന്ത് അപ്പീൽ? ഇത് വായിക്കും മനസ്സിലാകാതെ നിങ്ങൾ. അതായത് ഉള്ളിന്റെ തോല് പിടിച്ചോളിയാ. ഉള്ളിയില് അതിങ്ങനെ പൊളിച്ച് അവസാനം നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ആ ഉള്ളിയില് ഇതിനെയായിരിക്കും. ഇത് ഞാൻ പറയാം. ഞാൻ പറയാം. എന്താ FIR ഇല്ല അതിന്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നു. അതായത് കേസെടുത്തു, തെറ്റായ രീതിയിലാണ് കേസ് വന്നത്. എല്ലാവരും യാതൊരു കേസും ഇല്ല എന്നുള്ള സത്യമാണ്. വസ്തുതാപരമായിട്ട് തെറ്റുമാണ്. പക്ഷേ CBI കേസെടുത്തു. രാഷ്ട്രീയമാണ്. ആ കേസ് അന്വേഷിച്ച് എല്ലാ കാര്യവും കഴിഞ്ഞ് കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു. ആ ചാർജ് ഷീറ്റ് ഒരു വിചാരണ പോലും നടത്താതെ ഹൈക്കോടതി തള്ളി.
ഹൈക്കോടതി തള്ളി ആ കേസ് വിചാരണ പോലും വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. ആ കേസ് തള്ളി. ആ തള്ളിയതിന്റെ മേലെ അത് തള്ളിപ്പോയത് ശരിയല്ല, ഇത് കേസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് CBI ഇവിടെ വരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഒരുപാട് കൊല്ലായി നിങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ കൊല്ലം മനസ്സിലായില്ലേ? എന്നിട്ട് ഇതേവരെ ആ കേസ് എടുത്തില്ല. എടുക്കാതെ എന്തുകൊണ്ടാ? ഇല്ലാതിരിക്കും. എന്തെങ്കിലും വേണ്ടേ പുതിയ എന്തെങ്കിലും വേണ്ടേ? എന്നാലേ എടുക്കാനില്ല, അതുകൊണ്ട് എടുക്കില്ല. ശരി, മതിയായി. എനിക്ക് പാർട്ടി ഉണ്ട്. ശരി, എല്ലാവർക്കും നന്ദി. CPM നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അൻവർ LDF-ന് പുറത്തു തന്നെ. എല്ലാ പാർട്ടി ബന്ധവും അൻവറിനോടുള്ള എല്ലാ പാർട്ടി ബന്ധവും അവസാനിപ്പിച്ചതായി CPM വ്യക്തമാക്കുന്നു. അൻവറിനെ പുറത്താക്കുകയാണോ എന്നുള്ള ചോദ്യത്തിന് LDF-ൽ നിന്ന് പോകണമെന്ന് അൻവർ തീരുമാനിക്കട്ടെ, അപ്പോൾ നിലപാട് പറയാമെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായി തന്നെ ആ നിലപാട് വ്യക്തമാക്കുന്നു. അൻവർ LDF-ൽ നിന്ന് പുറത്താണ്. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇനി അൻവറിനുണ്ടായിരിക്കില്ല. ഒരു സ്വതന്ത്ര MLA എന്ന തരത്തിൽ പാർട്ടിയോട് മുന്നണിയോട് കാണിക്കേണ്ടതായിട്ടുള്ള മര്യാദകളൊന്നും അൻവർ കാണിച്ചില്ല. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിലെ കോടാലിയായി അൻവർ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ അൻവറിന്റെ നിലപാടിനെതിരെ സഖാക്കൾ രംഗത്തിറങ്ങണം, പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന ആഹ്വാനവും നടത്തിയിരിക്കുന്നു. CPM പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് അതാണ്. പാർട്ടിയെ നശിപ്പിക്കുന്നു അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തെക്കുറിച്ച് അൻവറിന് യാതൊരു ബന്ധവുമില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തുടർച്ചയായി അൻവർ നടത്തുന്ന ആരോപണങ്ങൾ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പലതവണ അൻവറിനോട് പറഞ്ഞു, കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു, എന്നിട്ടും പരസ്യ പ്രതികരണം പാടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും അൻവർ അത് ലംഘിച്ചിരിക്കുന്നു. അങ്ങനെ അച്ചടക്കം ലംഘിച്ചുകൊണ്ടുള്ള അൻവറിന്റെ പ്രതികരണങ്ങളോട് അൻവറിന്റെ നിലപാട് കൊണ്ടുകൂടിയാണ് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നത് എന്നുകൂടിയാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. പഴയകാല കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബമാണ് അൻവറിന്റേത്. അൻവറിന് ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യമില്ല. കരുണാകരനൊപ്പം DAC-യിലേക്ക്, പിന്നീട് അൻവർ കോൺഗ്രസിലേക്ക് പോകാതെ പാർട്ടിയുടെ ഭാഗമായി. എന്നാൽ സാധാരണക്കാരുടെ ഒന്നും വികാരം ഉൾക്കൊണ്ടുകൊണ്ടല്ല അൻവർ പ്രവർത്തിച്ചത്.